PS പ്രശാന്ത് റിമാൻഡിലായ PS പ്രശാന്തിനെ ഇപ്പോൾ തിരുവനന്തപുരം ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോടംഗം അജികുമാറിനെയും തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ എത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. 2019 ദ്വാരപാലക ശില്പക്കേസിൽ പ്രതി ചേർത്ത് 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരുന്നത്. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, പ്രതികളെ ഇപ്പോൾ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. PS പ്രശാന്തും അജികുമാറും. മറ്റു വിവരങ്ങൾ കൂടി. KP സൂചിപ്പിച്ചതുപോലെ 2019 സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് 14 ദിവസത്തേക്ക് റിമാൻഡിലായ PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ കൂട്ടത്തിൽ ഇന്ന് രാവിലെയോടെ PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ കൂട്ടത്തിൽ ഇന്ന് രാവിലെയോടെ അറസ്റ്റിലായ അജികുമാർ, ഇവർ രണ്ടുപേരെയും ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവരുടെ അഭിഭാഷകർ ഉൾപ്പെടെയാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് എത്തിച്ച് വൈദ്യപരിശോധന അടക്കം ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു നിർണായകമായിട്ടുള്ള കേസ്. ആ കേസിൽ ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്ത് കരകുളത്തുള്ള വീട്ടിൽ നിന്നും PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നത്. 3 ദിവസങ്ങൾക്ക് മുൻപ് ജനം TV വാർത്ത നൽകിയതാണ്. ഉടനടി അറസ്റ്റിലേക്ക് കടക്കാൻ SIT സംഘം ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി PS പ്രശാന്ത് ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. SIT സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ നിർണായക അറസ്റ്റിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോയ PS പ്രശാന്തിനെ അവിടെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ പൂർത്തിയാക്കി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജയിലിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാഹചര്യത്തിലേക്കും നടപടികളിലേക്കുമാണ് ഇപ്പോൾ SIT ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസ് അന്വേഷണം ആരംഭിച്ച് ഏകദേശം 8 മാസം പിന്നിടുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകാത്തതിൽ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ SIT സംഘത്തെ വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റിന് മുന്നോടിയായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം എത്തി നിർണായക പരിശോധനകൾ SIT സംഘം നടത്തിയിരുന്നു. ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ജയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ SIT സംഘം നൽകാനൊരുങ്ങുന്നത്. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണ കവർച്ച കേസ് 2019 2025 ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടു കൂടിയാണ് ഈ ക്രമക്കേടുകളെല്ലാം അവിടെ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ SIT സംഘം കണ്ടെത്തിയിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് സ്ഥിരീകരിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ എന്തായാലും ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നാളെ ഇനി കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള നടപടികൾ SIT സംഘം നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ ഇനിയിപ്പോൾ
നടക്കാൻ പോകും. എന്തായാലും പ്രതിരോധിക്കാനാണ് CPM ഈ ഘട്ടത്തിൽ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ നടപടിയെ കാണുന്നത്. മൗന അനുവാദത്തിൽ ഒപ്പം തന്നെ മൗനത്തിലാണ് പല CPM നേതാക്കളും ഈ ഘട്ടത്തിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ തേടിയിരുന്നു. അപ്പോഴൊക്കെ ഒരു മൗനം മാത്രമായിരുന്നു പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് CPM അത്രത്തോളം പ്രതിരോധത്തിലായി കഴിഞ്ഞു. എങ്ങനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കാം എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് CPM നേതാക്കൾ. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.